ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. സോ ആദ്യമേ തന്നെ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ശങ്കറിന്റെ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ സിനിമ കണ്ടതിന് ശേഷം ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ സിനിമയിലോട്ട് നമ്മൾ കാണാൻ പോകുമ്പോൾ എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയും ഇല്ല എന്നുള്ളത് ആദ്യമേ പറഞ്ഞോളട്ടെ. ഞാൻ ഒരിക്കലും ഒരു ശങ്കറിന്റെ ഒരു കംബാക്ക് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ പോയത്. എപ്പോഴും വീക്കെൻഡ്സിൽ അല്ലെങ്കിൽ വീക്കിലി സിനിമ കാണുന്ന ഒരാളാണെന്നുള്ളത് എന്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം. അതിന്റെ ഭാഗമായിട്ട് ശങ്കറിന്റെ പടം നോക്കി പോയി കാണാമെന്ന് കരുതി പോയതാണ്. അതും ഒരു ദിവസം ഒരു ഷോ മാത്രം സിനിമയ്ക്കുള്ളൂ, അത് 1 മണിക്ക് തൃശ്ശൂർ രാഗത്തിൽ. ആ ഒരു ഷോ തന്നെ ചൂസ് ചെയ്ത് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ തീരെ താല്പര്യമില്ലാത്ത ഈ ഒരു സിനിമയ്ക്ക് പോയത്. അപ്പോൾ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ പോയിട്ടും എനിക്ക് ഒരു സിനിമ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ടാണ് തോന്നിയത്. ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. മൊത്തത്തിൽ നെഗറ്റീവ് റിവ്യൂസ് കാര്യങ്ങൾ മൊത്തത്തിൽ റൺ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഞാൻ ഈ പറയുന്ന ഈ ഒരു സിനിമ ഒരു ആവറേജ് ആണെന്നോ ബിലോ ആവറേജ് ആണെന്നോ എന്നല്ല. ഇത് വളരെ മോശം മൂവി തന്നെയാണെന്നുള്ള യാതൊരുവിധ സംശയമില്ല. ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് കാര്യങ്ങളോടൊക്കെ തന്നെയാണ് സിനിമ പോകുന്നത്. കണ്ടുപിടുത്തുള്ള കാര്യങ്ങൾ ശങ്കറിന്റെ തന്നെ പല സിനിമകളുടെ ഒരു അഫീല് പരുവാണ് ഇതിലൂടെ കാണുന്നത്. ബട്ട് എനിക്ക് കണ്ടിരിക്കാനായിട്ട് പറ്റി. എനിക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടാനായിട്ടൊന്നും തോന്നിയില്ല. ഞാൻ എപ്പോഴും സിനിമയ്ക്ക് പോകുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്കിത് ഓക്കെയാണ്. ബട്ട് വല്ലപ്പോഴും സിനിമ കാണാൻ പോകുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ഈ സിനിമയ്ക്ക് പോയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇറങ്ങി ഓടാനായിട്ട് തോന്നാം. അപ്പൊ അതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നമുക്കിനി സിനിമയുടെ റിവ്യൂലോട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ കാർത്തിക് സുബരാജ് ആണ് ഈ ഒരു സിനിമ റൈറ്റ് ചെയ്തത് എന്നുള്ളത് തന്നെ ഭയങ്കരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തി. കാർത്തിക് സുബരാജ് ആണ് ഈ സിനിമ റൈറ്റ് ചെയ്തത്. സിനിമ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കാം. നിങ്ങൾക്ക് കാര്യം എന്താണെന്നുള്ളതൊന്ന് നിങ്ങൾക്ക് ഷോക്കാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എവിടെയാണ് കാർത്തിക് സുബരാജ് ഇത് എഴുതിയത്, അല്ലെങ്കിൽ കാർത്തിക് സുബരാജിന്റെ പ്രശ്നമാണോ അതോ ശങ്കർ ഡെവലപ്പ് ചെയ്തതിന്റെ പ്രശ്നമാണോ എനിക്കറിയില്ല. ദെൻ ശങ്കർ ആദ്യമായിട്ട് തെലുങ്കിൽ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണിത്. അഫ്കോഴ്സ് ഇത് രാം ചരണാണ് ഹീറോ ആയിട്ട് വന്നിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ രാം ചരണിന്റെ ഫാൻസിനുള്ള എല്ലാ സംഭവങ്ങളും ഈ ഒരു സിനിമയിലുണ്ട്, യാതൊരുവിധ സംശയമില്ല. ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമ ആക്ഷൻ മൂവിയാണിത്. ഇടിച്ചാൽ ഇങ്ങനെ പറന്നു പോകുന്ന ഇടി ആക്ഷൻസ്, പിന്നെ സിനിമയ്ക്ക് മുമ്പ് ബ്രെയിൻ മാറ്റി വെച്ചിട്ട് പോവുക എന്ന് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെയുള്ള ഒരു ആക്ഷൻ പടം എന്നുള്ള രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ സിനിമയുടെ പ്ലോട്ടിനെ പറ്റി പറഞ്ഞു വരാണെന്നുണ്ടെങ്കിൽ, രാംനന്ദൻ എന്ന് പറയുന്ന ഒരു IAS ഓഫീസറെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം IAS പോസ്റ്റിംഗ് മേടിച്ചിട്ട് സ്വന്തം നാട്ടിൽ സ്വന്തം ഡിസ്ട്രിക്റ്റിൽ ജോലി ചെയ്യാനായിട്ട് വരുന്നു. കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സിറ്റി ഉണ്ടാക്കിയെടുക്കണം, അതിന് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കര ആങ്കർ ഇഷ്യൂസ് കാര്യങ്ങളുണ്ട്. സോ ആങ്കർ ഇഷ്യൂസ് അദ്ദേഹം ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ IAS എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ മൊത്തം ക്ലീൻ ആക്കാനായിട്ട് ശ്രമിക്കുന്നു. അറ്റ് ദ സെയിം ടൈം അവിടുത്തെ അതേ നാട്ടിൽ തന്നെ ആന്ധ്രാപ്രദേശിലെ CM താമസിക്കുന്നുണ്ട്. CM-ന്റെ ആരോഗ്യനില കുറച്ച് ഗുരുതരാണ്. സോ ആ CM മരിക്കാനായിട്ട് കാത്തിരിക്കുന്ന 2 മക്കളുണ്ട്, ആൺമക്കള്. അപ്പൊ അച്ഛൻ മരിച്ചിട്ട് വേണം അച്ഛന്റെ കസാര തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഫൈറ്റ് ചെയ്യുന്ന 2 മക്കള്. അപ്പൊ ഇതിന്റെ ഇടയിലേക്കാണ് ഈ IAS ആയിട്ടുള്ള രാംനന്ദൻ എത്തുന്നത്. സോ തുടർന്ന് ഇവർ തമ്മിലുണ്ടാവുന്ന ക്ലാഷുകൾ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ പോകുന്നത്. പിന്നെയും കുറെ കാര്യങ്ങളൊക്കെ സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇത്ര ചുരുക്കുന്നു എന്ന് മാത്രം. പിന്നെ നെഗറ്റീവ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ ലിസ്റ്റ് തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ബട്ട് നമുക്ക് ആകെ 3 പോസിറ്റീവ്സ് ഉള്ളൂ. സോ നമുക്കത് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമ്മൾ ശങ്കർ സിനിമകളിൽ കാണുന്ന ബ്രഹ്മാണ്ഡമായിട്ടുള്ള സോങ് ആണ് ഈ ഒരു സിനിമയിൽ ഉള്ളത്. എസ്പെഷ്യലി ഫസ്റ്റത്തെ സോങ്ങും ലാസ്റ്റത്തെ ജർഗണ്ടി എന്ന് പറഞ്ഞ സോങ്ങും സൂപ്പർബായിട്ടുണ്ടായിരുന്നു. വിഷ്വൽസ് ഒരു രക്ഷയില്ല. ശങ്കർ ആ കാര്യത്തിൽ ഇപ്പോഴും കിങ് ആണ്. കാരണം ഇന്ത്യൻ സിനിമയിൽ ഇതേപോലത്തെ കോടികൾ മുടക്കി പാട്ടെടുക്കാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റും. പക്ഷെ കോടികൾ മുടക്കി കഴിഞ്ഞാൽ അത് അത്രയും സൂപ്പർ വിഷ്വലായിട്ട് കാണാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ജർഗണ്ടി എന്ന് പറഞ്ഞ സോങ്സിന്റെ സെറ്റ് നമ്മുടെ സാബുസറിലാണ് അതിന്റെ കോൺസെപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. കിഡിലനായിട്ടുണ്ട്. ഫസ്റ്റ് സോങ്ങിൽ ഒരു 2 മിനിറ്റ്സിന്റെ ഒരു സിംഗിൾ ഷോട്ട്സ് ഉണ്ട്. മേ ബി ഒരു 100 ഡാൻസേഴ്സ് ഇങ്ങനെ റീപ്ലേസ് ചെയ്ത് പോണത്. മേ ബി അറ്റ് ആ ടൈമിൽ 50-100 ഉണ്ടായിരിക്കട്ടെ, എനിക്ക് അറിയില്ല. ആ ഒരു സീക്വൻസും സൂപ്പർ ആയിരുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുടെ സ്ക്രീൻ പ്ലേ ആണ്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഈ ഒരു സിനിമ കണ്ടിരിക്കാനായിട്ട് പറ്റി എന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് ഇതിന്റെ സ്ക്രീൻ പ്ലേ ആണ്. അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ പോകുന്നത്. സോ അത് വിവേക് വേൽമുരുകനാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എനിക്കതുകൊണ്ട് വലിയ ബോറടി കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല, ഞാൻ എൻജോയ് ചെയ്തു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശങ്കർ സിനിമകളിൽ പൊതുവെ കാണുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ വേറൊരു വേർഷൻ അല്ലെങ്കിൽ അത് സിംപ്ലസ്റ്റ് ആക്കിയിട്ട് ആളുകളുടെ മുമ്പിലോട്ട് പ്രസന്റ് ചെയ്യും. ഇപ്പൊ ഇന്ദിരനാണെങ്കിലും അന്യനാണെന്നുണ്ടെങ്കിലും പറഞ്ഞ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അതാണ്. അന്യനാണെങ്കിൽ ഒരു ഡിസീസ്, അതിന്റെ വേറൊരു തലം, അത് സിംപ്ലസ്റ്റ് ആയിട്ട് ആളുകൾ കാണിച്ചു തന്നു. റോബോട്ട് അല്ലെങ്കിൽ ഇന്ദിരൻ എന്ന് പറഞ്ഞ സിനിമയാണെങ്കിൽ അതുപോലെ തന്നെയായിരുന്നു. ഈ ഒരു സിനിമയിലെ IAS ഓഫീസർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ്, അതിന് ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ എങ്ങനെ സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഓൾസോ കറപ്ഷൻ ഫ്രീ ആക്കണം, അത് പണ്ട് തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു IAS എന്ന് പറയുന്ന ഒരു ഓഫീസറിന്റെ പവർ എന്താണ്, എന്തൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ഈ CM ആണോ അല്ലെങ്കിൽ മിനിസ്റ്റർ ആണോ വലുത്, IAS ആണോ വലുത്, IAS-ൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് തുടങ്ങുന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ധാരണ, ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഈ ഒരു സിനിമയിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതെനിക്ക് വളരെ കുറച്ച് ഐ ഓപ്പണറായിട്ട് തോന്നി.
ഇനി നമുക്ക് നെഗറ്റീവ്സിന്റെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ലിസ്റ്റ് ഞാൻ ചുരുക്കി ഒരു ടോപ്പ് 6 നെഗറ്റീവ്സ് ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്നത്. ടോപ്പ് 10 മൂവീസ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ ടോപ്പ് 6 നെഗറ്റീവ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ നെഗറ്റീവ്സ് എന്ന് പറയുന്നത് ഒട്ടും ഇമ്പാക്ട്ഫുൾ അല്ലാത്ത സീക്വൻസുകൾ കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഒട്ടും ഇമ്പാക്ട്ഫുൾ അല്ലാത്ത സിനിമ കണ്ടിറങ്ങിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സീൻ നമുക്ക് മനസ്സിൽ നിൽക്കണമെന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ. ഫ്ലാഷ് ബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കണ്ടും അടുത്ത സാധനം. ബട്ട് സ്റ്റിൽ ഞാനത് കണ്ടിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പെർഫോമൻസിലും ഒരാളുടെ പെർഫോമൻസും ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഒന്നും തോന്നിയില്ല. ഭയങ്കര ഇമോഷണലി കണക്ട് ആവുന്ന രംഗങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഫ്ലാഷ് ബാക്കും ഇപ്പോഴത്തെ പ്രസന്റ് ലൈഫും കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കതൊന്നും കണക്ട് ആവുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പെർഫോമൻസിന്റെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ രാം ചരൺ തന്റെ വേഷം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എടുത്ത് പറയത്തൊക്കെ വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ആക്ഷൻ സീക്വൻസിലൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബട്ട് ടോട്ടാലിറ്റിയിൽ അത് നമുക്ക് അങ്ങോട്ട് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നന്നായിട്ട് ചെയ്തു എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. പിന്നെ കിയാര അദ്വാനി ആസ് യൂഷ്വൽ ഒരു മാസ് ആക്ഷൻ പടത്തിൽ ഒരു നടിക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് മാത്രം ചെയ്തു. ഡാൻസ് കളിക്കുക പ്രധാനമായിട്ടും, ആ ഒരു പാട്ട് സമയത്ത് വരാം, അല്ലാത്ത സമയത്ത് ചെറിയ ചെറിയ സീൻസിൽ വരാം. ഇത് മാത്രമാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ S.J. സൂര്യ ആസ് ഓൾവേസ് എസെൻട്രിക് ആയിട്ടുള്ള ഭയങ്കര ടെറിഫിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ നമ്മൾ പലപ്പോഴും പല സിനിമകളിൽ കണ്ടിട്ടുണ്ട് വില്ലനായിട്ട്. പക്ഷെ അത് തന്നെ ഇവിടെ കാണുമ്പോൾ നമുക്ക് ബോറൊന്നും അടിച്ചില്ല, കണ്ടിരുന്നു. അത് നമുക്ക് അങ്ങനെ ഇത് തന്നെയാണല്ലോ ഇദ്ദേഹം മാർക്ക് ആന്റണിയിൽ ചെയ്തത്, ഇത് തന്നെയാണല്ലോ അദ്ദേഹം സൂര്യ സാറ്റർഡേയിൽ ചെയ്തത് എന്നൊന്നും നമുക്ക് അങ്ങനെ തോന്നിയില്ല. ആ ഒരു സീക്വൻസ് പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ചെയ്തു. അത് ഇപ്പോഴും നമുക്ക് കാണുമ്പോൾ ബോറടിച്ചില്ല എന്നുള്ള ഒരു വാസ്തവം. ദെൻ ജയറാം ഉണ്ട്, കുറച്ച് കോമഡികൾ പറയാൻ ശ്രമിച്ചു, പക്ഷെ ചിലതൊക്കെ പാളിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ശ്രീകാന്തിന്റെ വേഷം കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ഒരാളാണ്, കുഴപ്പമില്ലാണ്ട് ചെയ്തു. സമുദ്രക്കനി ഉണ്ട് സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ. പുള്ളിക്ക് പക്ഷെ ഡയലോഗ് ഇല്ല, എന്തൊക്കെയോ പറയാൻ വരുമ്പോഴേക്കും വേറെ സിനിമയ്ക്ക് കട്ട് ചെയ്തതാണോ അതോ അങ്ങനെ ആക്കിയതാണോ എന്നറിയില്ല. ക്ലൈമാക്സ് സീക്വൻസിന് മുമ്പ് ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്, അല്ലാത്ത പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അഞ്ജലി ഉണ്ട് ഈ ഒരു സിനിമയിൽ, കുഴപ്പമില്ലായിരുന്നു. ഓൾസോ സുനിലുണ്ട്. സുനിലിന്റെ ക്യാരക്ടർ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മൂന്നാമത്തെ ഒരു നെഗറ്റീവ്. ആ ഒരു ക്യാരക്ടറിന് കുറച്ച് പ്രശ്നമുണ്ട്. ബട്ട് അത് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി എനിക്ക് ഒട്ടും പ്ലീസിംഗ് ആയിട്ട് തോന്നിയില്ല. ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഈ പറയുന്ന ആളുകളുടെ അവരുടെ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടൊക്കെ കോമഡി ഒക്കെ ഉണ്ടാക്കാന്ന് പറയില്ലേ, അതൊക്കെ കുറച്ച് ബോറായിട്ട് എനിക്ക് തോന്നി. അതാണ് ഒരു മൂന്നാമത്തെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. നാലാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതൊരു ആക്ഷൻ ബേസ്ഡ് ഫിലിമാണ്. നല്ലൊരു ആക്ഷനെങ്കിലും ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതുമില്ല, ഒട്ടും ലോജിക്കൽ അല്ലാത്ത തരത്തിലുള്ള ആക്ഷൻസ് ആണ്. നമുക്കറിയാം ഇടിച്ചാ പറക്കും, ഓക്കെ തെറിച്ച് പോക്കോട്ടെ, എവിടെയെങ്കിലും പോയി വേണോട്ടെ. പക്ഷെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞ ഒരു സംഭവമില്ലേ, ഒന്നുമില്ല. വെറുതെ ഇടിക്കുന്നു, കുറെ പേര് തെറിക്കുന്നു എന്ന് തുടങ്ങുന്ന, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. അങ്ങനത്തെ കുറെ ആക്ഷൻസ് ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിരി വിധോ അതുപോലത്തെ കുറച്ച് സംഭവങ്ങളാണ് ക്ലൈമാക്സിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ പറ്റാഞ്ച പോയി കാണണം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതെന്താന്നുള്ളത്. അങ്ങനെ കുറച്ച് ആക്ഷൻ സീക്വൻസുകൾ കാര്യങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. പിന്നത്തെ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ ഇഷ്യൂസ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആക്ഷൻ ഇടിക്കുമ്പോൾ തെറിച്ച് പോകുന്നതിൽ പറന്നു പോകണതല്ല ഞാൻ പറഞ്ഞത്. സിനിമയിൽ മൊത്തത്തിൽ കുറെ ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ഇവര് സിനിമ റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആവണോണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുവരും. നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ പോസിബിൾ ആവും, ഇത്ര സമയം കൊണ്ട് ഇന്ന കാര്യങ്ങൾ നടക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, ഇവിടുത്തെ സിസ്റ്റത്തിന് അതൊക്കെ കേപ്പബിൾ ആണോ എന്ന് തോന്നിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ വരും. പക്ഷെ അതൊന്നുമില്ല. പിന്നെ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് തന്നെ തെലുങ്ക് ആക്ഷൻ മൂവി, നമ്മൾ നമ്മുടെ തലച്ചോറ് പുറത്ത് വെച്ചിട്ട് പോയി കാണാം, പിന്നെ അതിൽ ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ അത് ആ പാട്ടിന് പോകട്ടെ. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തമന്റെ BGM-ഉം മ്യൂസിക്കും വേറെ ലെവലായിരിക്കും. ബട്ട് ഇവിടെ തമൻ എന്തോ അത്രയ്ക്കും ഭംഗിയായിട്ട് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. എന്ന് കരുതി മോശം എന്ന് തോന്നിയില്ല, അത്ര ഗംഭീരെന്ന് തോന്നി. ഇതിലും കിടിലനായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എനിക്ക് തോന്നുന്നു അഖണ്ഡ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബാലയ്യയുടെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു സിനിമയിലെ ആക്ഷൻസ് ഇതിനും ഫാർ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ആക്ഷനും മ്യൂസിക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ അങ്ങനെ ഒരു ഭയങ്കര ആ ഒരു ജിൽ എഫക്റ്റ് ഒന്നും നമുക്ക് അങ്ങനെ കിട്ടിയില്ല. മ്യൂസിക് കുഴപ്പമില്ലായിരുന്നു തോന്നി. ജർഗണ്ടി എന്ന് പറഞ്ഞ സോങ് ആണെങ്കിലും തുടക്കത്തിലുള്ള വെച്ചാര എന്ന് പറഞ്ഞ എന്തൊരു സോങ് ഒക്കെ ഉണ്ടായിരുന്നു, അതും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ അതൊക്കെയാണ് എനിക്കൊരു നെഗറ്റീവ്സ് ആയിട്ട് ഞാൻ സോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയും നമുക്ക് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നുള്ളതുകൊണ്ട് ചുരുക്കമാണ്. അപ്പൊ അങ്ങനെ ടോട്ടലി സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കാവുന്ന ഒരു മൂവി മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പോയിട്ട് കാണാം. എനിക്കത്ര ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നൊരു മൂവി ഒന്നല്ല, ബട്ട് ഞാൻ കണ്ടിരുന്നു എന്നുള്ളതാണ് പറയാനായിട്ടത്. അപ്പൊ നിങ്ങൾ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ ഈ ഒരു മൂവി കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.